അപ്പോൾ ഇദ്ദേഹം ചോദിച്ച സിനിമയുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കും? അതുകൊണ്ട് നമുക്കിതിനെ സിംബോളിക്കലി ഹെയ്റ്റ് സ്റ്റോറി 2 എന്ന് വിളിക്കാം. കാര്യം പറയാൻ പോകുന്ന വിഷയം വേറെയാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കാൻ പോകുന്ന ഫുട്ടേജ് അർജിത് സിംഗിന്റെ വക 2 മികച്ച പാട്ടുകളുള്ള ഈ ഒരു പാവം പിടിച്ച പടത്തിൻ്റെതായിരിക്കും. അപ്പോൾ നമ്മുടെ നാടിന്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരുത്തൻ ഒരു പൂക്കുറ്റി പടമെടുത്തു. ആ പടം വിജയിക്കുകയും ചെയ്തു, നാഷണൽ അവാർഡും കിട്ടി. ഇത് കണ്ട് പുളകിതനായ ആദ്യ ഭാഗത്തിന്റെ എഴുത്തുകാരനും പ്രൊഡ്യൂസറുമായ പൂക്കുറ്റി അതേ ചുവയുള്ള ഒരു കാഷ്ടവുമായി വീണ്ടും വന്നു. അപ്പോൾ ഓൺലൈനിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരാളെന്ന നിലക്ക് നമുക്കിവിടെ 2 രീതിയിലുള്ള സ്റ്റാൻഡ് എടുക്കാം. അതിൽ ആദ്യത്തേത് ഇതിനെ ഓപ്പണായിട്ട് എതിർക്കുക. നമ്മുടെ നാട്ടിലെ ഒരുപാട് ചുണക്കുട്ടികൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സെപ്റ്റിക് ടാങ്കിന് പബ്ലിസിറ്റി കൊടുക്കുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ്, അതുകൊണ്ട് എന്റെ ചാനലിൽ അത് വേണ്ട എന്നൊരു തീരുമാനമെടുക്കുക. അപ്പൊ ഞാൻ ഒരുപാട് ആലോചിച്ച് രണ്ടാമത്തെ സൈഡിൽ നിൽക്കാമെന്ന് കരുതി. പിന്നെ ഇപ്പൊ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കാര്യം നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞ് പ്രതികരിച്ചാലും ഈ ക്ഷയം ബാധിച്ച പ്രൊഡക്റ്റ് ഉത്തരേന്ത്യക്കാർ വിജയിപ്പിക്കുമെന്നാണ് ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്നാണ് ഏർലി ബോക്സ് ഓഫീസ് റിപ്പോർട്ട്സ് കാണിക്കുന്നത്. സോ ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ.